എന്താ ചെയ്യാ? രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? എന്റെ ഫോൺ. അരുണിനെ വിളിക്കാം. അഭിരാമിയാണല്ലോ വിളിക്കുന്നത്. ഹലോ അഭി. ജേഷ ഫോണിങ് തരാൻ. ഹലോ ഹലോ. അഭിരാമി, ഇത് അവളാ അശ്വതി അല്ലേ? ജേഷെ ഫോൺ തരാനാ പറഞ്ഞ. പിടക്കാടാ, ഇതേ പോലീസ് സ്റ്റേഷനാ. എല്ല് വെള്ളാവും. അഭിരാമി, നീ ഇവിടെ വന്നപ്പോഴും ആ പേരാ പറഞ്ഞത്. എന്റെ അഭിരാമി എവിടെ എന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? ശരിയല്ലേ? അഭിരാമി അശ്വതിക്ക് നീട്ടിരിക്കുന്ന ഓമന പേരല്ലേ? ജേഷെ ഫോണിങ് തരാൻ. കണ്ടോ, മുഖം കണ്ടോ? അയ്യോ, പ്രിയപ്പെട്ടവളെ പറ്റി പറഞ്ഞപ്പോ അവന്റെ മുഖം കണ്ടോ? സഹിക്കുന്നില്ല. ജേഷെ അവൾ എവിടെയാണെന്ന് എനിക്കറിയണം. അശ്വതി എവിടേക്കാ കൊണ്ടുപോയത് പറയേ. പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ചോദ്യം ചെയ്യാൻ നീ ആയോടാ? നിന്റെ പോലീസിന്റെ അധികാരം കാണിച്ച് എന്റെ നാവടപ്പിക്കാന്ന് കരുതണ്ട. എസ് ഐക്ക് മുകളിലെ പല ഓഫീസേഴ്സും ഉണ്ട്. ഈ രാജ്യത്ത് നിയമമുണ്ട്, അത് നീ മറക്കണ്ട. നീ എന്നെ നിയമം പഠിപ്പിക്കുന്നോടാ? വെറുതെ നീ എന്നെ പ്രഷർ കയറ്റല്ലേ. അടങ്ങി നിൽക്ക്. നിന്റെ അഭിയെ ശരിക്കൊന്ന് കാണണം. പിന്നെ നമുക്ക് തമ്മിലൊന്ന് കാണണം. അഭി എവിടെ? അഭി അവിടെ നീ വെറുതെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ ജയേഷേ നിന്നെ ഞാൻ കൊല്ലും. അതിനെ നീ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങണ്ടേടാ. ജയേഷേ ഫോൺ. ജയേഷേ പുറത്ത് അഖിയുണ്ട്. അഖിയൊന്ന് വിവരം അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഫോൺ എടുക്കാത്ത? എത്ര തവണ വിളിച്ചു. ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്റെ ഈശ്വര? ശ്യാമയെ വിളിച്ച് വിവരം പറയാം. ശ്യാമിച്ചി, അമ്മ. ഹലോ ചേച്ചി, എവിടെയാ? ശ്യാമേ, ശ്യാമേ, ഞാൻ ചേച്ചി കറക്റ്റ് സ്ഥലം എവിടെയാ? എവിടെയായിട്ടാണെന്നൊന്ന് നോക്കി പറയാമോ? എനിക്ക് സ്ഥലം ശരിക്കും അറിയില്ല.
ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എന്നെ കൊണ്ടാക്കിയിരിക്കുന്നത്. എന്നെ എങ്ങനെയാലും രക്ഷിക്കണേ ശ്യാമേ, ഇല്ലെങ്കിൽ ജയേഷ് എന്നെ. അയ്യോ ചേച്ചി 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 കരയല്ലേ? ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. ചേച്ചി ഒന്നും സംഭവിക്കില്ല. എങ്ങനെയും ഞാൻ രക്ഷിക്കും. ഞാനും അഖിൽ സാർ അവിടെ എത്തും. ചേച്ചി ഒരു കാര്യം ചെയ്യുക, ആ ലൊക്കേഷൻ ഒന്ന് ഇങ്ങോട്ട് അയച്ചു തരുമോ? ലൊക്കേഷൻ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ആ ശരി ശരി ചേച്ചി. ശ്യാമേച്ചി അതെന്റെ അമ്മയല്ലേ? എന്റെ അമ്മ എവിടെയാ? ചേച്ചി അമ്മയല്ലേ ഇത്? ആ മോള് കരയല്ലേ? അമ്മ. അമ്മയെ കണ്ടെത്താം നമുക്ക്. ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് അഖിൽ സാറിന് സെൻഡ് ചെയ്യട്ടെ. അഖിൽ സാറ് പോലീസ് സ്റ്റേഷനിലാ. ഫോൺ വിളിച്ച് ജയേഷ് ശ്രദ്ധിക്കും. മെസ്സേജ് അയക്കാം, അതായിരിക്കും നല്ലത്. ശ്യാമയുടെ മെസ്സേജ് ആണല്ലോ. അശ്വതി ചേച്ചിയെ ജയേഷ് ഒരു രഹസ്യ താവളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഒളിത്താവളത്തിലോ? ചേട്ടാ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് അർജന്റായിട്ട് പോകണം. ചേട്ടാ ഒന്ന് വണ്ടി തിരിക്കോ? അല്ല മാഡം, എവിടേക്കാ? അത് ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ ഒന്ന് വണ്ടി തിരിക്കോ? ശരി. ഈ വിവരം എന്തായാലും അരുണേട്ടനെ അറിയിക്കണം. ആ എങ്ങോട്ടാ? അരുൺ എന്ന് പറയുന്ന ഒരാളെ കാണാൻ. ഇപ്പൊ പറ്റില്ല. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം എന്നോട് പറ, ഞാൻ പറഞ്ഞേക്കാം. അരുണിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അടുത്തേക്ക് ആരെയും കടത്തിവിടരുതെന്നും SI സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് അരുണേട്ടൻ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ SI സാറിനോട് സംസാരിക്കും. അരുണിനെ കാണാൻ എന്തായാലും പറ്റില്ല. അതെ, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. SI സാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂ. എന്തായാലും അരുണേട്ടന്റെ ഫോണിൽ അശ്വതിച്ചിട്ട് കാര്യമൊന്നും മെസ്സേജ് അയച്ചിട്ടേക്കാം. സമയം കളയാനില്ല. എങ്ങനെയും അശ്വതിച്ചയെ രക്ഷിക്കണം. ചേട്ടാ അത്രയ്ക്ക് അത്യാവശ്യ കാര്യമായതുകൊണ്ടാ, പ്ലീസ് ഒന്ന് വേഗം പോവോ? എന്തു ചേട്ടാ? വണ്ടി പെട്ടെന്ന് ഓഫായി പോയി. ചേട്ടാ ഒന്നുകൂടെ ഒന്ന് നോക്കോ, അത്രയ്ക്ക് അത്യാവശ്യ. എന്ത് അത്യാവശ്യമായാലും വണ്ടി സ്റ്റാർട്ടാവാതെ പറ്റുമോ? എന്റെ കൃഷ്ണ, എന്തൊരു പരീക്ഷണമായത്. അശ്വതിച്ച് എങ്ങനെ രക്ഷിക്കണമല്ലോ. മോളെ മോളെ മറ്റൊരു ഓട്ടോ വിളിച്ച് ഞാൻ മുത്തച്ഛനുള്ള ഓഫീസിലേക്ക് വിടാം. അപ്പൊ ശ്യാമേച്ചിയോ? അത് ഞാൻ മോളുടെ അമ്മയുടെ അടുത്തേക്ക് പോവാ. അത് പറ്റില്ല, ഞാനും വരുന്നു. മോളെ ആദ്യം മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളെ ഓഫീസിൽ ചെന്ന് മുത്തച്ഛനോട് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അരുണെങ്കില് സ്റ്റേഷനിലാണെന്നുള്ള കാര്യവും പറയണം. മറ്റാരോടും ഒന്നും പറയരുത്. എല്ലാം മുത്തച്ഛനോട് മാത്രമേ പറയാവൂ. എന്നാ വാ വാ ദാ വാ. എന്തൊരു കഷ്ടായത്. എന്തു പറ്റി ശ്യാമേച്ചി? ശ്യാമേച്ചി എന്താ പറ്റിയേ? ശ്യാമേച്ചി എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ. ചേട്ടാ
പ്രശ്നം? വയറ് വേദനിക്കുന്നല്ലോ. ആ ഇവിടെ നിർത്തങ്ങളെ. താങ്ക്സ് അങ്ങളെ, ഞാനിപ്പോ പൈസ വാങ്ങിയിട്ട് തരാം. മീറ്റിംഗ് നടക്കുക മോളെ, അങ്ങോട്ട് പോവല്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാങ്ങളെ. ആരോട്? വർമ്മ സാറിനോടോ? ആ അതെ. അതെ, ഇപ്പൊ പറ്റില്ല, മീറ്റിംഗ് കഴിയട്ടെ. അതൊന്നും പറ്റില്ല, അത്യാവശ്യ കാര്യാ. എന്തു പറഞ്ഞാലും ഇപ്പൊ കാണാൻ പറ്റില്ല. എനിക്കൊരു കാര്യം പറയണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ മോളെ പറ്റില്ല എന്ന്. മോളെന്തിനാ നിർബന്ധം പിടിക്കുന്നത്? ശ്രീകുട്ടിയോ? മോളെ ശ്രീകുട്ടി, നീ എന്താ ഇവിടെ? മുത്തശ്ശി, എന്താ മോളെ? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം സംസാരിക്കണം. മോളെങ്ങനെ ഇവിടെ വന്നേ? ആരെ കൂടെ ഉള്ളേ? ഞാൻ തനിച്ചു വന്നതാ. തനിച്ചോ? ഒരു വലിയ സംഭവം നടന്നു. അത് മുത്തശ്ശനോട് പറയാൻ ശ്യാമേച്ചിയാ പറഞ്ഞേ. എന്താ കാര്യം പറയാൻ? മുത്തശ്ശനോട് പറയാനാ ശ്യാമേച്ചി പറഞ്ഞേ. ആയിക്കോട്ടെ, അത്യാവശ്യ കാര്യമാണെങ്കിൽ മോൾ എന്നോട് പറ, നമുക്ക് വേണ്ടത് ചെയ്യാം. മുത്തശ്ശിയല്ലേ ചോദിക്കുന്നേ, മോൾ എന്നോട് പറ. മുത്തശ്ശിയോട് പറഞ്ഞ. മോളുടെ മുത്തശ്ശിയല്ലേ, പറ. മുത്തശ്ശി, എന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിനാ? ഞാനും അരുണെങ്കിലും അവിടെ ചെന്നപ്പോഴാ കാണുന്നേ. അരുൺ അശ്വതിയെ കണ്ടെത്തിയോ? അപ്പോ ശ്രീകുട്ടി അരുണിന്റെ മോളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈശ്വരാ. ആ SI അരുണങ്ങളെയും സ്റ്റേഷനിൽ പിടിച്ചു വെച്ചേക്കുവാ. അവിടെ വന്ന് ശ്യാമേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നേ. എന്നിട്ട് ശ്യാമ എവിടെ? എങ്ങനെയെങ്കിലും അരുണങ്ങളിനെ എന്റെ അമ്മയെ രക്ഷിക്കണം മുത്തശ്ശി. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ മുത്തശ്ശനോടൊന്ന് സംസാരിക്കട്ടെ. പേടിക്കണ്ട കേട്ടോ, നമുക്ക് വേണ്ടത് ചെയ്യാം. അമ്മ, ഇതെന്തൊരു വേദനയോ. ഹലോ ശ്യാമേ, ഓഫീസിലെത്തിയോ? സാർ, അത് എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ. ആ, ഇന്ന് അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ അവിടെ എത്താം. അല്ല, അത് സാരമില്ല, ഞാൻ ചേച്ചിയുള്ളിടത്തേക്ക് പോവാം. ശ്യാമ, അത് സാർ, സാരമില്ല, നമുക്കിപ്പോ അശ്വതിച്ച പ്രധാനം. എന്നാലും ശ്യാമ, സാർ ടെൻഷൻ ആവണ്ട, ഞാൻ അവിടേക്ക് പോവാ. അവിടെ എന്താ സിറ്റുവേഷൻ എന്ന് അറിയില്ല. മുൻപേ താൻ ഓടിച്ചെന്ന് ബഹളമൊന്നും വെക്കരുത്. ഞാൻ വേഗം എത്തും കേട്ടോ. സാർ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഓട്ടോ
ജേഷേ ജേഷേ എന്നെ തുറന്നു വിടാൻ. ജേഷേ എന്നെ ഒന്ന് തുറന്നു വിടാൻ. ജേഷേ ജേഷേ തുറന്നു വിടാൻ. എന്തിന്? ജേഷേ ദേ എന്നെ തുറന്നു വിടാനാ പറയുന്നേ. ഇല്ലെങ്കിലോ? ദേ മര്യാദക്ക് എന്നെ ഇവിടുന്ന് തുറന്നു വിട്. തുറന്നു വിടും, എനിക്ക് ഇഷ്ടമുള്ളപ്പം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ നിനക്ക് ഹീറോ കളിക്കാനല്ലേ? വീരനായകൻ നായികയെ രക്ഷിച്ചു, അതിനല്ലേ? എന്റെ അബിയെ നീ എവിടെയാ കൊണ്ടുപോയത്? അവളെ ഞാനേ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുക. ജേഷേ അവളെ ഞാൻ ശരിക്കൊന്ന് കാണാൻ പോവുക, എന്റെ ആഗ്രഹം തീർക്കാൻ. ഇവിടെ കിടന്ന് ചാടിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയാതെ നിന്നെ ഇവിടുന്ന് ആരും തുറന്നുവിടില്ല. ഇതേ പോലീസ് സ്റ്റേഷനാ. ദേ നിന്റെ അധികാരത്തിന്റെ ഹുങ്ക് അതെന്നോട് കാണിക്കരുത്. അതേടാ ഞാൻ കാണിക്കും. ജേഷേ നീ പറഞ്ഞ അധികാരത്തിന്റെ ഹുങ്ക് ഞാൻ കാണിക്കും. ഓ സമയം വൈകി. നിന്റെ അഭി എവിടെ? എന്നെയും കാത്ത് മുഷിഞ്ഞിട്ടുണ്ടാവും. ഞാനേ ഒന്ന് ചെന്ന് ശരിക്കും അവളൊന്ന് ആശ്വസിപ്പിക്കട്ടെ. പിടക്കാടാ, നിനക്കുള്ളതേ ഞാൻ തിരിച്ച് വന്നിട്ട് തരാം. ഇല്ലച്ചാ വാ. സർ ദേ വലിയ പുള്ളിയാ, പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടല്ലോ. ശരി സർ. ജേഷേ ജേഷേ തുറന്നു വിടാൻ. സാർ നിൽക്ക് സാർ. സാർ ആരാടാ ഇവരൊക്കെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതാ സാർ. വെക്കോ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? അത് സാർ, അരുൺ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത്? പറയണം സർ, എന്ത് തെറ്റാ അവൻ ചെയ്തേന്ന്. സ്റ്റേഷനിൽ കയറി സബ് ഇൻസ്പെക്ടറെയും പോലീസുകാരെയും ആക്രമിച്ചു. അച്ഛാ ഇയാള് മനഃപൂർവ്വം ഇത് ചെയ്യുന്നേ. പോലീസ് പിടിച്ചുകൊണ്ട് പോയ ശ്രീകുട്ടിയുടെ അമ്മയെ ഇതുവരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല. അത് ഞാൻ ചോദിച്ചേനാ. കേട്ടല്ലോ, ഈ പറയുന്ന അവൾ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ അറിയാന്ന് പറയുന്നത്? ശ്രീകുട്ടിയുടെ അമ്മയെ ഒളിപ്പിച്ചു വെച്ചിട്ട് വീണ്ടും കള്ളം പറയാച്ചാ. ദേ കണ്ടില്ലേ, ദേഷ്യം കണ്ടില്ലേ? ഈ ദേഷ്യം എന്നോട് കാണിച്ചു. ദേ പിടിച്ചു മാറ്റാൻ വന്ന പോലീസുകാരെയും തല്ലി. പിന്നെ നോക്കിയിരിക്കാൻ പറ്റൂ? പിടിച്ച് സെല്ലടച്ചു. അപ്പോ പോലീസ് പിടിച്ചോണ്ടുപോയ ഈ കുട്ടിയുടെ അമ്മ? ആർക്കറിയാം? അച്ഛാ ഇത് ഉറപ്പായിട്ട് ചതിയാ. സർ, പോലീസ് എന്ന് പറഞ്ഞ ശരിക്കും ജനങ്ങളെ രക്ഷിക്കാനുള്ളവരാ. സാറിനെ പോലുള്ളവർ ഡിപ്പാർട്ട്മെന്റിന്റെ വില കളയരുത്. എന്നെ വിലയും നിലയും പഠിപ്പിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾക്ക് നീതി കിട്ടണം. നീതി വേണമെങ്കിലേ പല കോടതിയിലും ചെല്ലും. സാറേ, അത് ഞാൻ ഏയ് വേണ്ട, കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഇതേ എന്റെ സ്റ്റേഷനാ. ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എന്നാലും അത് കാണണമല്ലോ. ചോണയുണ്ടെങ്കിൽ കാണിക്കേ. ദേ പിന്നെ ഇപ്പൊ ആവശ്യമില്ലാതെ തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. പോട്ടെ. അരുൺ, നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളിവിടെ ഉണ്ട്. ദേഷ്യം എന്തോ വാശി തീർക്കേ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? താൻ IG ഒന്ന് വിളിക്കും. നമസ്കാരം സാർ. അതെ, വസുന്ധരയാ സാർ. അവൻ എന്നെ ഉപദ്രവിക്കും.